السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. തേജസ് ന്യൂസിന്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. റമദാൻ വിശ്വാസികളുടെ പാപങ്ങൾ കരിച്ചു കരയുന്ന, പാപങ്ങളെ അല്ലാഹു പൊറുത്തു തരുന്ന മാസം കൂടിയാണ് റമദാൻ ഷരീഫ്. റമദി എന്ന പദം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളെ പറയുന്നിടത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ പാപങ്ങൾ പൊറുത്തു തരുന്ന വർത്തമാനങ്ങൾ പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സഹിഹായ റിപ്പോർട്ടിലൂടെ വന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അസ്സലാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വ റമളാനു ഇലാ റമളാന മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിറ. 5 വക്ത നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ ഒക്കെ മനുഷ്യന്റെ പാവങ്ങൾ, അതിനിടയിലുള്ള റമളാനുകൊണ്ട് ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ. 5 വക്ത നമസ്കാരങ്ങൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ, ഒരു നമസ്കാരം നിസ്കരിക്കുന്നതോടുകൂടെ മറ്റൊരു നമസ്കാരത്തിന്റെ സമയം വരെയുള്ള അവന്റെ പാപങ്ങൾ ആ നമസ്കാരത്തിലൂടെ അല്ലാഹു പുറത്തു തരുന്നത് പോലെ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, ഒരു ജുമുഅ നമസ്കാരത്തിലൂടെ അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നത് പോലെ, ഒരു റമളാൻ മുതൽ ആ റമളാനിന്റെ അവന്റെ ത്യാഗങ്ങളുടെ, നോമ്പിന്റെ അനുഷ്ഠാനങ്ങളുടെ പ്രതിഫലമായി അല്ലാഹു അടുത്ത റമളാൻ വരെയുള്ള അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇദജ്തനബൽ കബായിറ, വൻദോഷങ്ങൾ ഒഴിവാക്കാം ഈ വിശ്വാസി തയ്യാറാവുകയാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. മിമ്പറിൽ നിന്നുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആമീൻ 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 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അങ്ങ് എല്ലാ ദിവസവും ഇല്ലാത്ത പതിവിന് വിപരീതമായി ഇന്ന് മിമ്പറിൽ നിന്ന്, മിമ്പറിന്റെ 3 സ്റ്റെപ്പുകളിൽ നിന്നും അങ്ങ് ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. എന്തായിരുന്നു അതിന് പിന്നിലുള്ള വികാരമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ജിബ്രീൽ പ്രാർത്ഥിച്ചു, റദിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാനു ലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഒരു മനുഷ്യൻ നാശമടയട്ടെ, റമദാൻ അവനിലേക്ക് സമാഗതമായി, റമദാൻ അവരിൽ നിന്ന് വിട്ടുപിരിയുന്ന പക്ഷേ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അവൻ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് റമദാൻ അവരിൽ നിന്ന് വിടവാങ്ങുന്നതെങ്കിൽ അവൻ നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ചുരുക്കത്തിൽ പ്രവാചക വചനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും റമദാനുമായി ബന്ധപ്പെട്ട നോമ്പ് അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നിടത്ത്, റമദാനുമായി ബന്ധപ്പെട്ട സിയാമുൽ ലൈലിനെ, തറാവീഹിനെ പറയുന്നിടത്ത്, റമദാനുമായി ബന്ധപ്പെട്ട ലൈലത്തുൽ ഖദറിൽ നമസ്കരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈമാനോടെ ഇഹ്തിസാബോടെ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനോടെ ഇഹ്തിസാബോടെ ആരെങ്കിലും ഒരാൾ റമദാനിൽ നമസ്കരിച്ചാൽ, ഈമാനോടെ ഇഹ്തിസാബോടെ ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റമളാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നതോടുകൂടെ, റമളാൻ നമ്മളിൽ നിന്ന് പിരിയുന്നതോടുകൂടെ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ പാപപങ്കിലമായ ഹൃദയത്തിൽ നിന്നും സംശുദ്ധമായ ഹൃദയമായി പാപങ്ങൾ ദൂരീകരിക്കപ്പെട്ടവനായി സത്യവിശ്വാസി നാഥനെ കണ്ടുമുട്ടണമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.